ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കോൺക്രീറ്റ് പൈപ്പിനെ കുറിച്ചിട്ടാണ്. നമ്മൾ ഇതിനു മുന്നേ ഒരുപാട് പൈപ്പ്സുകളെ കുറിച്ച് പഠിച്ചു. സ്റ്റീൽ പൈപ്പ്, കോപ്പർ പൈപ്പ്, അങ്ങനെ ഗാൽവനൈസ്ഡ് അയൺ, PVC. അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു പൈപ്പാണ് കോൺക്രീറ്റ് പൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. സ്റ്റീൽ റെയിൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് പൈപ്പ്, SRCP, അങ്ങനെയാണ് ഇതിനെ പറയുക. ഓക്കെ, എന്താണ് സ്റ്റീൽ റെയിൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് പൈപ്പ്? ഈ ഒരു വേർഡ് നിങ്ങൾ ഓർത്തിരിക്കുക, SRCP. ഓക്കെ, സ്റ്റീൽ റെയിൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് പൈപ്പ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ് ഇനി പറയാൻ പോകുന്നത്. SRCP ഹാസ് എ പ്രൊഡക്റ്റ് ലൈഫ് ഓഫ് 100 years ഓർ മോർ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. 100 വർഷമോ അല്ലെങ്കിൽ 100-ലധികം വർഷമോ ലൈഫ് ഡ്യൂറബിലിറ്റി ഉള്ള ഒരു പൈപ്പാണ് നമ്മുടെ ഈ ഒരു SRCP അഥവാ സ്റ്റീൽ റെയിൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് പൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കുക, 100 വർഷത്തോളം എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് നിലനിൽക്കാൻ പറ്റും എന്നുള്ളത് എന്താണ് ഇതിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് സർവീസ് ലൈഫ്സ് ഓഫ് എനി പൈപ്പ്സ് പ്രോഡക്റ്റ്. മറ്റു പൈപ്പുകളെ അപേക്ഷിച്ചിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കാലം നിലനിൽക്കാൻ കഴിയുന്നൊരു പൈപ്പാണ് ഇത്, ഈ ഒരു കോൺക്രീറ്റ് പൈപ്പ്. ഓക്കെ, അതായത് സ്റ്റീൽ റെയിൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് പൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് സ്റ്റീൽ റെയിൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് പൈപ്പ് എന്ന് പറയുന്നത്? എന്താണ്, ഒരുപാട് കാലം നീണ്ടു നിൽക്കാൻ സാധിക്കുന്ന ഒരു പൈപ്പാണ്. ഓക്കെ, അടുത്ത പോയിന്റ് എന്താണ് പറയുന്നത്? ഇറ്റ് ഈസ് എ ലോ റിസ്ക് ചോയ്സ് ഓഫ് സ്പെസിഫൈസ് വിത്ത് എ ലോങ് ഹിസ്റ്ററി ഓഫ് റിലയബിലിറ്റി, നോ ലിമിറ്റ്സ് ടു വെതർ എക്സ്പോസ്റ്റർ പ്രയർ ടു ഇൻസ്റ്റാളേഷൻ ആൻഡ് ഇൻക്രീസ് സ്ട്രെങ്ത് ഓവർ ടൈം. ഇതെന്ന് പറഞ്ഞാൽ വളരെ സ്പെസിഫിക്കേഷൻ കൂടുതലുള്ള ഒരു പൈപ്പാണ്, റിലയബിളാണ്. നമുക്ക് ഒരുപാട് കാലങ്ങളായിട്ട് നമ്മുടെ കൺമുന്നിലുള്ള തെളിവാണ്. അത് കാരണം വിശ്വസിക്കാൻ പറ്റുന്ന ഒരു പൈപ്പാണ് ഇത്, നമ്മുടെ ഈ ഒരു കോൺക്രീറ്റ് പൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, എ ലോങ് ഹിസ്റ്ററി ഓഫ് റിലയബിലിറ്റി. നമ്മൾ ഒരുപാട് കാലങ്ങളായിട്ട് ഉപയോഗിച്ച് വരുന്നതും കണ്ടുവരുന്നതുമായിട്ടുള്ള ഒരു പൈപ്പാണ് നമ്മുടെ സ്റ്റീൽ റെയിൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് പൈപ്പ് എന്ന് പറയുന്നത്. അത് കാരണം എന്താണ്, നമുക്ക് ഇതൊരു വിശ്വാസത്തിൽ എടുക്കാൻ പറ്റുന്നൊരു പൈപ്പാണ്. പിന്നെ നോ ലിമിറ്റ് ടു വെതർ എക്സ്പോസ്റ്റർ, അതായത് കാലാവസ്ഥാ വ്യതിയാനങ്ങളൊന്നും ഇതിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. അത് ഏറ്റവും വലിയൊരു ഗുണമാണല്ലേ. കാലാവസ്ഥ വ്യതിയാനങ്ങളും കാര്യങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല, ഇതിനെ എഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതും ഈ ഒരു കോൺക്രീറ്റ് പൈപ്പിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. അടുത്ത പോയിൻ്റ് എന്താണ്? ഇറ്റ് ഈസ് ഈസി ടു ജോയിൻ ആൻഡ് ഇൻസ്റ്റാൾ. ഈ ഒരു കോൺക്രീറ്റ് പൈപ്പ് എന്ന് പറയുന്നത് ജോയിൻറ്റ് ചെയ്യാനും ഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ വളരെയധികം എളുപ്പമാണ്. നമ്മളൊരു ആസ്ബെസ്റ്റോസ് പൈപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആസ്ബെസ്റ്റോസ് പൈപ്പും ഇതേപോലെ തന്നെ വളരെയധികം ഡയമീറ്റർ കൂടിയ മേഖലകളിലൊക്കെ ഉപയോഗിക്കുന്ന പൈപ്പാണ്. അപ്പോൾ അതിനൊക്കെ 2 പൈപ്പുകൾ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അത് വെച്ചിട്ടാണ് നമ്മൾ അത് ഫിറ്റിങ്ങും കാര്യങ്ങളും ചെയ്യാം. എന്നാൽ കോൺക്രീറ്റ് പൈപ്പിലെ ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ എന്താണ്, വളരെ ഈസിയാണ്. ഇറ്റ് ഈസ് ഈസി ടു ജോയിൻ ആൻഡ് ഇൻസ്റ്റാൾ ചെയ്യാനും ജോയിൻ ചെയ്യാനൊക്കെ എന്താണ്, വളരെയധികം എളുപ്പമാണ്. സെൽഫ് ഹീൽസ് ആൻഡ് പെർഫോം സൗണ്ട്ലി എബോവ് ഓർ ബിലോ ദ വാട്ടർ ടേബിൾ. ഓക്കെ, എന്താണ്, നല്ല രീതിയിൽ പെർഫോമൻസ് ഒക്കെ എന്താണ്, ഒരു വാട്ടർ ലെവലിലാണെങ്കിൽ വാട്ടർ ലെവലിന് താഴെയാണെങ്കിലും മുകളിലാണെങ്കിലും ഇതിൻ്റെ പെർഫോമൻസ് ഒക്കെ എന്താണ്, നല്ല ഹൈ ക്വാളിറ്റിയിൽ തന്നെ ആയിരിക്കും. ഓക്കെ, വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു റിലയബിൾ ആയിട്ടുള്ള വിശ്വസിക്കാൻ കഴിയുന്ന ഒരു പൈപ്പാണ് ഇത് കോൺക്രീറ്റ് പൈപ്പ് എന്നുള്ളത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞാൽ എന്താണ്, 100 വർഷവും 100-ൽ കൂടുതലും വർഷങ്ങളായിട്ട് ഈ ഒരു പൈപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ ആപ്ലിക്കേഷൻസ്. ഫസ്റ്റ് പോയിന്റ്, ട്രാൻസ്വേഴ്സ് കൾവേർട്സ്, സ്റ്റോർ മാറ്റ് വാട്ടർ ഡ്രൈനേജ്, സ്റ്റോം വാട്ടർ ഡ്രൈനേജ്, പ്രഷർ ആൻഡ് ഇറിഗേഷൻ, പൈപ്പ് ജാക്കിംഗ് ആൻഡ് മൈക്രോ ടണലിംഗ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ടണലിംഗ് പ്രോസസ്സ്, മൈക്രോ ടണലിംഗ് പ്രോസസ്സ്, അതുപോലെ തന്നെ പൈപ്പ് ജാക്കിങ്, പിന്നെ പ്രഷർ ഇറിഗേഷൻ സിസ്റ്റം, പ്രഷർ ആൻഡ് ഇറിഗേഷൻ മേഖലകളിൽ, പിന്നെ സ്റ്റോം വാട്ടർ ഡ്രെയിനേജ് ആയിട്ട് മറ്റേ അണ്ടർ വാട്ടറിലൊക്കെ കൊടുക്കുന്നത്, ഭൂമിയുടെ അടിയിലൊക്കെ കൊടുക്കുന്നതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു കോൺക്രീറ്റ് പൈപ്പ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ട്രാൻസ്വേഴ്സ് കൾവേർട്സ്, ആ മേഖലകളിലൊക്കെയാണ് ഇത് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. ഓക്കെ, ഈ ഒരു ട്രാൻസ്വേഴ്സ് കൾവേർട്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഓരോ മേഖലകളിൽ അതിന് മലയാളത്തിൽ ഇപ്പോൾ ഓവ്, അതുപോലെ കലുങ്ക് എന്നൊക്കെ പറയും. ചില നാട്ടിൽ കലുങ്ക്, ഓവ് എന്നൊക്കെ പറയും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു കോൺക്രീറ്റ് പൈപ്പാണ് ഉപയോഗിക്കുക. നമ്മുടെ നാട്ടിൽ സ്വാഭാവികമായിട്ടും ഇപ്പോൾ നമ്മുടെ നാട്ടിലോ അല്ലെങ്കിൽ നമ്മൾ ബസ്സിലൊക്കെ പോകുമ്പോൾ ഒരുപാട് ഈ ഓവുകളും അതുപോലെ തന്നെ കലുങ്കുകളൊക്കെ നമ്മൾ കാണുന്നതാണ്, കൾവേർട്സ് കാണുന്നതാണ്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് ഏതാണ്, ഈ ഒരു കോൺക്രീറ്റ് പൈപ്പ് തന്നെയാണ്. അത് അങ്ങനെ യൂസ് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ ഒരുപാട് ലോഡ് കണ്ടീഷൻസും കാര്യങ്ങളും വരുമ്പോൾ പോലും എന്ത് ചെയ്യുന്നില്ല, അതിന് ഇഷ്യൂസും കാര്യങ്ങളൊന്നും വരുന്നില്ല. അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു, ഏകദേശം 100 വർഷത്തോളം എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന് ലൈഫ് കിട്ടുന്നുണ്ട് അല്ലേ. 100 വർഷത്തോളം എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു കോൺക്രീറ്റ് പൈപ്പ്, സ്റ്റീൽ റെയിൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് പൈപ്പ് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് എന്താണ്, അതിൻ്റെ ഏറ്റവും വലിയ
പോയിൻ്റാണ്. പിന്നീട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ചിത്രം നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു പോയിൻ്റാണ്, വലിയ ഡയമീറ്ററിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മൾ കോൺക്രീറ്റ് പൈപ്പ് ഒന്നും എന്താണ് വളരെ ചെറിയ ഒരു ഡയമീറ്റർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, അത് യൂസ് ചെയ്യില്ല. നമുക്ക് അതിന് വേറെ മാർഗ്ഗങ്ങളും കാര്യങ്ങളുണ്ട്. അപ്പോൾ വലിയ ഡയമീറ്റർ വേണ്ട സ്ഥലങ്ങളുണ്ടായിരിക്കും, ഒരുപാട് മേഖലകളുണ്ട് അല്ലേ. വലിയ പൈപ്പുകളും കാര്യങ്ങളും കൊടുക്കേണ്ട ഒരുപാട് മേഖലകളുണ്ട്. ആ ഒരു മേഖലകളിലാണ് പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള കോൺക്രീറ്റ് പൈപ്പുകളും അതുപോലെ തന്നെ ആസ്പെറ്റോസ് സിമെൻറ്റ് പൈപ്പുകളൊക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു കമ്പയർ ചെയ്യുമ്പോൾ ആസ്പെറ്റോസ് സിമെൻറ്റ് പൈപ്പിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എത്രയോ ബെറ്ററാണ് ഇത് നമ്മുടെ ഈ ഒരു കോൺക്രീറ്റ് പൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഊഹിച്ചാൽ മതി, അപ്പോൾ നമ്മുടെ ഒരു വീട്, ഒരു നോർമൽ വീടിന് കോൺക്രീറ്റ് ചെയ്യുന്നതാണോ അതോ മെച്ചം, അതുപോലെ ആസ്പെറ്റോസിൻ്റെ ഷീറ്റ് വിരിക്കുന്നതാണോ മെച്ചം എന്നുള്ള ആ ഒരു ചിന്ത നമുക്ക് വന്നാൽ മതി. പിന്നെ ഇതിൽ നമുക്ക് അത്ര പ്രോബ്ലംസും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഒരുപാട് ലൈഫ് ഇതിനുണ്ട്, കാരണം ഒരുപാട് കാലങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന കാരണം അത് എത്ര കാലം നിലനിൽക്കുന്നത് നമ്മുടെ കയ്യിൽ എന്തുണ്ട്, തെളിവ് സഹിതമുള്ള കാരണം വിശ്വസിക്കാൻ പറ്റും. റിലയബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഇത് കോൺക്രീറ്റ് പൈപ്പ് എന്ന് പറയുന്നത്. പിന്നെ ഉപയോഗിക്കുന്നത് സ്റ്റോം വാട്ടർ ഡ്രെയിനേജ്, ട്രാൻസ്വേഴ്സ് കൾവേർട്ട്, പ്രഷർ ആൻഡ് ഇറിഗേഷൻ മേഖലകളിലൊക്കെ അല്ലേ, കാർഷിക മേഖലകളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ജലസേചന മേഖലയിലൊക്കെ ഈ ഒരു കോൺക്രീറ്റ് പൈപ്പുകൾ നമുക്ക് പ്രധാനമായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ പൈപ്പ് ജാക്കിങ് ആൻഡ് മൈക്രോ ടണലിങ്, ഒരുപാട് ടണലും കാര്യങ്ങളൊക്കെ ഉള്ള മേഖലകൾ. ടണൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരു തുരങ്കം പോലെ ഒരുപാട് മേഖലകളുണ്ടായിരിക്കും. ആ മേഖലകളിലൊക്കെ ഏറ്റവും ബെസ്റ്റായിട്ട് സൂട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പൈപ്പാണ് ഇത്, ഈ ഒരു കോൺക്രീറ്റ് പൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് മൈക്രോ ടണലിംഗ് മേഖല, അതുപോലെ പ്രഷർ ആൻഡ് ഇറിഗേഷൻ, സ്റ്റോം വാട്ടർ ഡ്രെയിനേജ്, ട്രാൻസ്വേഴ്സ് കൾവേർട്ട് തുടങ്ങിയ മേഖലകളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു കോൺക്രീറ്റ് പൈപ്പ് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ സൈഡിൽ റൈറ്റ് സൈഡിൽ താഴെ ഒരു കോൺക്രീറ്റ് പൈപ്പുകളുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ആ ഒരു ചിത്രം നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഏകദേശം എത്ര ഡയമീറ്ററാണ് ആ ഒരു പൈപ്പ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഊഹിക്കുക, അപ്പോൾ അതിലൂടെ പോകുന്ന ആ ഒരു വാട്ടറിൻ്റെയും അല്ലെങ്കിൽ എന്താണോ അതിലൂടെ പോകുന്നത് അതിൻ്റെ ഒരു ലെവൽ എന്തായിരിക്കും, വളരെയധികം കൂടുതലായിരിക്കും അല്ലേ. അത്രയും വലിയൊരു ഡയമീറ്ററാണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ആ പൈപ്പ്സിനും. പിന്നെ അതിൽ നമ്മൾ പറയുന്നുണ്ട് പൈപ്പുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ എന്താണ് ഈസി, ജോയിൻ ആൻഡ് ഇൻസ്റ്റാളേഷൻ വളരെ സിമ്പിളാണ് എന്നുള്ളതും കാര്യം പറയുന്നുണ്ട്. അതും എന്താണ് നമുക്ക് വലിയൊരു ഗുണമാണല്ലേ. ഇത്രയും വലിയൊരു ഡയമീറ്ററുള്ള പൈപ്പായിട്ട് പോലും അതിനെന്താണ് കണക്ട് ചെയ്യാൻ ഈസി, അതുപോലെ ഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ ഈസി ആണെന്നുണ്ടെങ്കിൽ അതെന്താണ് നല്ലൊരു അഡ്വാൻറ്റേജ് ആയിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് കോൺക്രീറ്റ് പൈപ്പിൻ്റെ ഇൻട്രൊഡക്ഷനിലും അതുപോലെ തന്നെ അതിൻ്റെ ആപ്ലിക്കേഷനും വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ അഡ്വാൻറ്റേജസും അതുപോലെ തന്നെ അതിൻ്റെ ഡിസഡ്വാൻറ്റേജസും, ഗുണങ്ങളും അതുപോലെ തന്നെ ദോഷങ്ങളുമാണ് പഠിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.